ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആംബിയറും പിന്നെ വോൾട്ടേജും അറിയാൻ പറ്റുന്നൊരു മീറ്ററാണിത്. ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന വയറെന്ന് പറഞ്ഞാൽ 2 കനം കൂടിയ റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്നുണ്ട്. പിന്നെ 3 വയർ, ഒന്ന് യെല്ലോ, ബ്ലാക്ക് ആൻഡ് റെഡ്. ഇത് 3 വയറും കൂടാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് 5 വോൾട്ട് മുതൽ 100 വോൾട്ട് വരെ നമുക്കിതിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ വയറിങ് എങ്ങനെയാണെന്ന് ഇവിടെ നിന്ന് നോക്കാം. ഈ കാണുന്ന യെല്ലോയും റെഡും കൂടെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ? അപ്പോൾ നമ്മളത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്കും റെഡും കൂടി ജോയിൻ ചെയ്തെടുക്കാം. ബ്ലാക്കും റെഡും എന്ന് ഉദ്ദേശിച്ചത് ആ കനമുള്ള വയറും കനം കുറഞ്ഞ വയറും കൂടിയാണ് റെഡ് ആൻഡ് ബ്ലാക്ക്. അത് രണ്ടും കൂടി നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. ഇതുണ്ടല്ലേ, ഇത് റെഡും ബ്ലാക്കും മീറ്ററിൽ നിന്ന് വരുന്ന മൈനസ് ആണത്. അത് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബക്ക് കൺവേർട്ടറിലേക്ക് ഇത് സോൾഡറിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ടോട്ടൽ 15 വോൾട്ടാണ് വരുന്നത്. അതിൽ നിന്ന് നമ്മൾ 15 വോൾട്ട് എടുത്ത് ബക്ക് കൺവേർട്ടറിൻ്റെ ഇൻപുട്ടിൽ കൊടുത്തു. ഇനി ഔട്ട്പുട്ട് എടുത്താണ് നമ്മൾ ഈ വോൾട്ടേജ് മീറ്ററിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അത് നമുക്കിതിനകത്ത് സോൾഡറിങ് ചെയ്യാം. ഒരു റെഡ് വയറും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതതിൻ്റെ ഔട്ടാണ്. ബക്ക് കൺവേർട്ടറിൽ നിന്ന് ഔട്ട് ലൈൻ എടുക്കാൻ വേണ്ടിയിട്ടാണത്. അത് പോസിറ്റീവ് ലൈനാണ്. ഇങ്ങനെയാണ് നമ്മളത് സോൾഡർ ചെയ്യുന്നത്. നമുക്കത് സോൾഡർ ചെയ്യാം. ഇനി നമ്മൾ ഇത് ബക്ക് കൺവേർട്ടറിൻ്റെ പ്ലസ്സിലേക്ക്, അതായത് പോസിറ്റീവിലേക്ക് നമുക്കിത് സോൾഡറിങ് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്ക് വോൾട്ടേജ് മീറ്ററിൽ നിന്ന് വരുന്ന കനം കൂടിയ വയർ നമുക്കിതിൻ്റെ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മളത് നെഗറ്റീവും പോസിറ്റീവും ബക്ക് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് ലൈനിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. ഇനി നമുക്ക് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണ് അതിൽ വരുന്നത്. അതായത് ആംബിയർ മീറ്ററിൽ നിന്ന് വരുന്ന ബ്ലാക്കും റെഡും അത് നെഗറ്റീവാണ്. പിന്നെ ബക്ക് കൺവേർട്ടറിൽ നിന്ന് വരുന്ന റെഡ് വയർ അത് പോസിറ്റീവാണ്. അവിടെയാണ് നമ്മൾ ഇനി നമുക്കിതിലേക്ക് 12 വോൾട്ടിൻ്റെ ഒരു DC ഫാന് നമുക്ക് റൺ ചെയ്യിച്ച് നോക്കാം. ഇനി നമുക്ക് ഈ പവർ സപ്ലൈ ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ ഇവിടെ ഓണായിട്ടുണ്ട്. ബക്ക് കൺവേർട്ടർ ഓണായിട്ടുണ്ട്. ഇനി വോൾട്ടേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. 11.9 കാണിക്കുന്നുണ്ട് വോൾട്ടേജ്. ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് കൂട്ടിയെടുക്കാം. 12 വോൾട്ട് വരണമല്ലോ. ഓക്കെ, 12.8 കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ബക്ക് കൺവേർട്ടറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത് അതിൽ 15 വോൾട്ടേജാണ്, 15. ഇനി നമുക്കിത് കുറയ്ക്കാം. ഓക്കെ, ഇപ്പോൾ വോൾട്ടേജ് കുറഞ്ഞിട്ടുണ്ട്. ഒരു 12.5 ഇപ്പോൾ. ഓക്കെ, ഇനി ഞാൻ ഈ കണക്ഷൻ ഒന്നുകൂടി ഒന്ന് പറയാം. നമ്മൾ ബക്ക് കൺവേർട്ടറിൽ നിന്ന് ട്രാൻസ്ഫോമറിൽ നിന്ന് DC ഔട്ട്പുട്ട് 15 വോൾട്ടേജ് ബക്ക് കൺവേർട്ടറിലേക്ക് കൊടുത്ത് അതിൽ നിന്ന് ഔട്ടെടുത്താണ് നമ്മൾ ഈ വോൾട്ടേജ് മീറ്ററിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ് അത് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ ബക്ക് കൺവേർട്ടർ ഇതിൽ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൽ ബക്ക് കൺവേർട്ടറിൻ്റെ ഔട്ട് എടുത്താണ് നമ്മൾ വോൾട്ടേജ് മീറ്ററിലേക്ക് കൊടുത്തിരിക്കുന്നത്, നെഗറ്റീവും പോസിറ്റീവും. കണ്ടില്ലേ? ഇനി ആ കനമുള്ള വയറും കനം കുറഞ്ഞ ബ്ലാക്ക് വയറും കൂടി, അത് രണ്ടും കൂടിയാണ് അതിൻ്റെ നെഗറ്റീവ്. അത് നെഗറ്റീവ് വയറാണ്. പിന്നെ ബക്ക് കൺവേർട്ടറിൽ നിന്ന് വരുന്ന റെഡ് വയർ പോസിറ്റീവ്. അത് രണ്ടുമാണ് ഇതിൻ്റെ ഔട്ട് ലൈൻ വരുന്നത്. ഇവിടെ നമുക്ക് ലോഡ് കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം. ഇതിങ്ങനെ കണക്ഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ആംബിയർ അറിയാൻ പറ്റൂ. ഇനി നമുക്കൊന്ന് ലോഡ് കൊടുത്ത് നോക്കാം. ഇപ്പം 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഒരു 12 വോൾട്ടിൻ്റെ DC ഫാൻ നമുക്കൊന്ന് റൺ ചെയ്യിച്ച് നോക്കാം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫാൻ എടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ഫാനാണിത്, DC. ഇത് നമുക്കൊന്ന് റൺ ചെയ്യിച്ച് നോക്കാം.
അപ്പോൾ നമ്മുടെ ഫാൻ ഇവിടെ റണ്ണായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെ ആംബിയറും താഴെ കാണിക്കുന്നുണ്ട് അതിൻ്റെ. ഇനി നമുക്കൊരു ലൈറ്റ് കൂടി ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് നോക്കാം. ഒരു വോൾട്ടേജിൻ്റെ വ്യത്യാസം എന്തെങ്കിലും ചേഞ്ച് ആവുന്നുണ്ടോ എന്നും കൂടെ നോക്കണമല്ലോ. ലൈറ്റ് നമുക്കൊന്ന് കണക്ഷൻ കൊടുക്കാം. ഓക്കെ, ഇപ്പം കണ്ടില്ലേ, വോൾട്ടേജ് അവിടെ വേരിയേഷൻ ആവുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിങ്. കണ്ടില്ല, വോൾട്ടേജ് അവിടെ നല്ല വേരിയേഷൻ ആവുന്നുണ്ട്. അപ്പോൾ ആംബിയറും താഴെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗായ്സ് ഇതിൻ്റെ വർക്കിങ്.